മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സൂപ്പർ കപ്പിന്റെ ഫിക്സർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 20 ആരംഭിക്കുന്ന സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 3 വിശദമായ ഫിക്സർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആകാംക്ഷയോടുകൂടി നോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി ഈസ്റ്റ് ബംഗാൾ തന്നെയല്ലേ എന്നറിയാനാണ്. കാരണം നേരത്തെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആവാം ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്ന വാർത്ത വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അത് പ്രഖ്യാപിക്കുന്നു. ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബൈ ടീമായി ക്വാർട്ടർ ഫൈനലിലേക്ക് നേരത്തെ എത്തുമെന്നായിരുന്നെങ്കിൽ അങ്ങനെയല്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പ്രീ ക്വാർട്ടർ മത്സരം കളിക്കണം. അപ്പം നമ്മൾ വിശദമായിട്ട് നോക്കാം. ബ്ലാസ്റ്റേഴ്സിനാണ് ആദ്യ കളി ഏപ്രിൽ 20. അന്ന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മത്സരവും ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ എതിരാളികൾ ഐ ലീഗിൽ നിന്ന് വരുന്ന 3ാമത്തെ ടീമായിരിക്കും. ആ ടീം ഏതാണെന്ന് ഇനിയും കൺഫേംഡ് ആവേണ്ടതുണ്ട്. അതുപോലെ 21 തീയതി ഏപ്രിൽ 21 FC ഗോവയുടെ പ്രീ ക്വാർട്ടർ മത്സരമുള്ളത്. അതിലെ എതിരാളികൾ ഐ ലീഗിൽ നിന്നുള്ള 2ാമത്തെ ടീമായിരിക്കും. ഏപ്രിൽ 21 തന്നെയാണ് ഒഡീഷയും പഞ്ചാബ് FCയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം. ഏപ്രിൽ 23 ബംഗളൂരു FCയുടെ മത്സരം. എതിരാളികൾ ഐ ലീഗിൽ നിന്നുള്ള 1ാമത്തെ ടീമായിരിക്കും. അന്ന് തന്നെയാണ് മുംബൈ സിറ്റി FCയും ചെന്നൈയിൻ FCയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം. ഏപ്രിൽ 24 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുഹമ്മദൻ SCയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ എങ്കിൽ ഏപ്രിൽ 24 തന്നെയാണ് ജംഷഡ്പൂർ FCയും ഹൈദരാബാദ് FCയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത് ഏപ്രിൽ 26 ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽ ഏപ്രിൽ 26 അതായത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരത്തിലെ വിജയികളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് ഐ ലീഗ് 3 ആ മാച്ചിലെ വിജയികളും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കേണ്ടത്. അതുപോലെ തന്നെ FC ഗോവ വേഴ്സസ് ഐ ലീഗ് ടീം 2 അതിലെ വിജയികളും ഒഡീഷ FC വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിലെ വിജയികളും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ 2 കളിക്കും. ആ കളിയും ഏപ്രിൽ 26 ക്വാർട്ടർ ഫൈനൽ 3 വരുന്നത് ഏപ്രിൽ 27 അത് ബംഗളൂരു FC വേഴ്സസ് ഐ ലീഗ് 1 മത്സരത്തിലെ വിജയികളും മുംബൈ സിറ്റി FC വേഴ്സസ് ചെന്നൈയിൻ FC മത്സരത്തിലെ വിജയികളും തമ്മിലാണ്. അന്നത്തെ ദിവസം തന്നെ ഏപ്രിൽ 27 തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ 4 നടക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ എന്നർത്ഥം. മുഹമ്മദൻ SC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലുള്ള മത്സരത്തിലെ വിജയികളും ജംഷഡ്പൂർ FC വേഴ്സസ് ഹൈദരാബാദ് FC മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക. ഇനി സെമി ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 30 ക്വാർട്ടർ ഫൈനൽ 1ലെയും ക്വാർട്ടർ ഫൈനൽ 2ലെയും വിജയികളാണ് സെമി ഫൈനൽ 1 ഏറ്റുമുട്ടുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ എത്തുകയാണെങ്കിൽ സെമി ഫൈനൽ 1 കളിക്കേണ്ടത്. അത് ഏപ്രിൽ 30 അതുപോലെ തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ 3ലെയും ക്വാർട്ടർ ഫൈനൽ 4ലെയും ടീമുകൾ തമ്മിലാണ് സെമി ഫൈനൽ 2 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 3.